35 വർഷമായി അർപ്പിച്ചിട്ടുള്ള എല്ലാം ജീവനോടെ പ്രത്യക്ഷപ്പെടുവാൻ അമ്മയെ പറഞ്ഞുവിട്ട അങ്ങയുടെ കാരുണ്യത്തെ അനുസ്മരിക്കണമേ. ആ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് രോഗികൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവിതം കൈവിട്ടുപോയവർ പ്രാർത്ഥിക്കുന്നുണ്ട്, കടക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, അഡ്മിഷൻ കിട്ടാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധിയില്ലാത്തവരെ നിരാശയോടെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ജോലിയില്ലാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്, പലതരത്തില് വേദന അനുഭവിക്കുന്നവരെ കോവിഡ് ബാധിതർ പ്രാർത്ഥിക്കുന്നുണ്ട്, ക്യാൻസർ രോഗികൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വിവാഹമൊത്തു വരാത്തവരെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ പ്രാർത്ഥിക്കണമേ. അമ്മയുടെ രാജിച്ച് പ്രാർത്ഥിക്കുന്ന അവരെ ജീവിതം അഴിമറ്റവരെ, രോഗമുള്ളവരെ, ഗർഭിണികൾക്ക് അസുഖങ്ങളുള്ളവരെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് കർത്താവേ, രോഗികളെ രോഗികളെ ുള്ളവരെ രോഗാതുരമായിട്ടുള്ളവരെ, ശുദ്ധരോഗികളെ, രോഗികളെ, പിച്ചോടി രോഗികളെ, രോഗികളെ, ആൾക്കാർ രോഗികളെ അവരിലേക്കെല്ലാം ആത്മാവിനെ അയക്കണമേ. അവരുടെ ശുശ്രൂഷ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, പാപങ്ങളും കടങ്ങളും കുറ്റങ്ങളും തെറ്റുകളും കർത്താവേ ക്രമീകരവുമായ എന്നോട് കണ്ണ തോന്നണമേ എന്റെ കർത്താവേ. ഇപ്പോൾ നിന്റെ പൗരോഹിത്യത്തെ ബന്ധപ്പെടുത്തണമേ എന്റെ കർത്താവേ. പ്രാർത്ഥിക്കുന്നു നിന്റെ കർത്താവേ, പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവേ, മുറിവോട് പ്രാർത്ഥിക്കുന്നു. മാരകരോഗങ്ങള്, പീഡാവേദികള് ഇപ്പോഴേ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. അലയുന്നവരെ, കടലേറി വേദന അനുഭവിക്കുന്നവരെ, സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവരെ, സമാധാനമില്ലാത്തവരെ, തകർച്ചയുള്ളവരെ, വിഭാഗം വേർപെട്ടുപോയവരെ, മക്കൾക്ക് രോഗികളായവരെ, രോഗികള്, ഓട്ടിസം രോഗികള്, ഈശോടി രോഗികള്, തളിക്കണമേ. അതുപോലെ ദൈവികമായ ശക്തിയാൽ രോഗങ്ങള്, നാനാവിധമായ രോഗദുരിതങ്ങളിൽ കഴിയുന്നവരെ അത് സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, സ്പർശിക്കുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കുന്നതിന്റെ മേല് ഈശോയെ നന്ദി പറയുന്നു. അനുദിന കൃപാസനത്തിലേക്ക് വിളിച്ച് ദുരിതങ്ങൾ സഹിക്കുന്നവരെ നിങ്ങളെ സ്പർശിക്കുന്ന വിദ്യാഭ്യാസത്തിൽ തുടങ്ങുന്ന എല്ലാ മക്കളെയും ഇത് ഉടമ്പടിയിൽ 6 നിയോഗങ്ങളും ഓർത്തു സമർപ്പിക്കട്ടെ. രോഗികളെ സ്പർശിക്കുന്ന പറയുന്ന കർത്താവേ, ഇവർ രോഗികളെ സ്പർശിച്ച് നന്ദി പറയുന്ന കർത്താവേ, ആരാധന, യേശുവേ ആരാധന. ശുശ്രൂഷയിലെ ഓരോ മക്കളുടെയും ഇപ്പോൾ തത്സമയം ടൈപ്പ് ചെയ്ത നിയോഗങ്ങളെ നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, touch with your fire finger. Hallelujah. Soak with the precious blood. Hallelujah. Hallelujah. Name of Jesus Christ.
again. Sorry for this time disease. Praise you, Jesus. Hallelujah. Glory to Jesus. Hallelujah. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഞാൻ നിങ്ങളെ ആശീർവദിക്കുകയാണ്. ലോകത്തിൽ നാനാഭാഗങ്ങളിൽ നിന്ന് ഓരോ ദൈവമക്കളുടെ നിയോഗങ്ങളുടെ മേലെ, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേലെ, നൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവരുടെ മക്കളുടെ മേലെ, വിവാഹത്തിലേക്ക് നിമിഷങ്ങൾ തോറും ജീവിത ദുരിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലെ, ഇതാ വിവാഹത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ മാതൃശക്തിയാൽ ദിവ്യകാരുണ്യ ഈശോ എല്ലാവരെയും ആശീർവദിക്കുകയാണ്. ഈശോയെ മാരകമായ രോഗങ്ങളും കൊറോണ വൈറസ് രോഗികളും അങ്ങ് സ്പർശിക്കുന്ന പറയുന്ന കർത്താവേ, തകർക്കപ്പെട്ട കുടുംബങ്ങളെയും കർത്താവേ പൗരരഹിതരേക്ക് സ്പർശിക്കുന്ന പറയുന്ന കർത്താവേ, കടലാക്രമത്തിനിടയായവരെ അങ്ങ് സ്പർശിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഈശോയെ ആരാധന, എന്നുമെന്നും ഈശോയെ ആരാധന. ഈശോയെ ആരാധന, പരിശുദ്ധ പരമമാ ഈശോയെ ആരാധന, ദിവ്യകാരുണ്യമേ, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, പരിശുദ്ധ പരമമാ ഈശോയെ ദിവ്യകാരുണ്യമേ, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.